ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വെള്ളപ്പൊക്കം. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാവുന്നതിനപ്പുറം ജലം ഒഴുകിയെത്തുമ്പോൾ അവ കര കവിഞ്ഞു ഒഴുകുന്ന ഒരു പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. നദികളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനാൽ നദിയുടെ ആഴം കുറയുകയും വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്യുന്നു. വനനശീകരണം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, സ്വാഭാവിക നീരൊഴുക്കുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, നദീതീരങ്ങളും പ്രളയ സമതലങ്ങളും കയ്യേറി പാർപ്പിടങ്ങളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നതുമെല്ലാം വെള്ളപ്പൊക്കത്തിൻ്റെ തീവ്രതയും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ഉണ്ടാവുന്ന അതിശക്തമായ മഴ വെള്ളപ്പൊക്കത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. കേരളത്തിൽ ഉണ്ടായെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കങ്ങളിൽ ഏറ്റവും പഴയ രേഖയുള്ളത് CE 371 1341 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പണ്ഡിതനായ പ്ലിനിയുടെ ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി. കേരളത്തിൽ CE 1924 വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം എന്നാണ്. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് 2018 ഓഗസ്റ്റിലാണ്. അപ്രതീക്ഷിതമായി ലഭിച്ച ശക്തമായ മഴയാണ് 2018 മഹാപ്രളയത്തിൻ്റെ കാരണം. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോട്ടയം തുടങ്ങിയ ജില്ലകളെ പ്രളയം ശക്തമായി ബാധിച്ചു.